Hi dears, Itzmeamaluz. Welcome back to my channel. അപ്പോൾ നമ്മളിന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ബേസ് കോട്ടായിട്ടൊരു വൈറ്റ് കളർ ഒന്ന് കൊടുത്തിരുന്നു. പിന്നെ ഞാനിതിന് മേളിലേക്ക് ഒരു ക്രീം കളർ കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ സ്കിന്നിനൊക്കെ കൊടുക്കുന്ന ഒരു ഷെയ്ഡില്ലേ, ആ കളറാണിത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ചെടി പോലെ നമുക്ക് അതിന് പൂക്കൾ നമ്മൾ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഒരു ചെടി ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വരയ്ക്കുന്നതിന് പകരം വേറെ നമ്മൾ കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് വരച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണിത്. ഇതിൻ്റെ ഔട്ട്ലുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മളിതിന് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ പൂക്കളുടെ ഇതളുകൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതേപോലെയാണ് നമ്മുടെ പെൻസിലിൻ്റെ ഷേവിങ്സില്ലേ, പെൻസിൽ വെട്ടിയെടുക്കുന്ന ആ സംഭവം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ അത് നല്ലതായിട്ടൊന്ന് റോസ് കളറൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഗ്രീൻ കളർ എടുത്തിട്ട് ഇതിൻ്റെ ഈ സ്റ്റെമ്മ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 3D എഫക്റ്റ് ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ കമ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഉരുണ്ട് കുപ്പി ആയതുകൊണ്ട് കമ്പൊക്കെ ഒട്ടിച്ചാൽ അത്ര ഫ്ലെക്സിബിളായിട്ട് വരില്ല, അതുകൊണ്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. പക്ഷേ വരച്ചു കൊടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിതുപോലെ സ്റ്റെമ്മൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് താഴെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാനൊരു ചെടിച്ചട്ടിക്കകത്ത് നിൽക്കുന്ന പോലെ വരാനായിട്ട് ഒരു ചെടിച്ചട്ടി കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പൂക്കൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ നമ്മൾ അഡീഷണലായിട്ട് ഒന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മൾ പൂക്കളുടെ നടുക്കായിട്ടൊരു മുട്ട് വരുന്ന പോലെ ഞാനൊരു ഗോൾഡൻ കുറച്ച് മുത്തുകളും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ ഉപയോഗിച്ച് കളയുന്ന സാധനം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഹോം ഡെക്കർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ചാനൽ മടികൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വാല്യുബിളായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക്, അതായത് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ, അതേപോലെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഇതിൻ്റെ പൂക്കൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ മുത്ത് ഇതുപോലെ പറഞ്ഞല്ലോ, സെൻട്രലായിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ മുത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ ഇതളുകൾ വരുന്നത് പോലെയാണ് ഞാൻ ഈ പെൻസിൽ ഷേവിങ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.